ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 നടന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ സ്റ്റേജ് ഫസ്റ്റ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം അന്ന് 3 എക്സാം ആയിരുന്നു ഡിഗ്രി പ്രിലിംസ് നടന്നത്. സോ അതിൽ ഫസ്റ്റ് എക്സാം നടക്കുന്നത് മെയ് 11 തീയതിയിലാണ്. അതാണ് ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് എക്സാം. സോ അന്ന് പ്രിലിംസ് നടന്നത് ഏതൊക്കെ പോസ്റ്റിന് വേണ്ടിയായിരുന്നു? അസിസ്റ്റൻറ്റ് മാനേജർ, മാർക്കറ്റിംഗ് ഓർഗനൈസർ, അതേപോലെ LSGA സെക്രട്ടറി, എക്സൈസ് ഇൻസ്പെക്ടർ, SC ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അന്ന് കോമൺ പ്രിലിംസ് നടന്നത്. സോ അതിന് മുമ്പായിട്ട് അതിൻ്റെ ഒക്കെ ജസ്റ്റ്, അതായത് ഈ പ്രിലിംസ് എഴുതിയ ആളുകൾ കട്ട് ഓഫ് കടന്നത് എത്രയായിരുന്നു അതിൻ്റെ കട്ട് ഓഫ് എന്നുള്ള ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ കോമൺ പോസ്റ്റുകൾക്കാണല്ലോ എക്സാം നടന്നത്. സോ ഇതിൽ കട്ട് ഓഫ് കടന്നത്, അതായത് ഞാൻ ആദ്യം SIയുടെ ലിസ്റ്റ് ഒന്ന് പറയാം. SIയുടെ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ SI ഏതായിരുന്നു, 3 എക്സാം നടന്നതിൽ 11-നും 25-5-നും 15-6-നും എക്സാം നടന്നത്, 3 പ്രിലിംസ് നടന്നത്. അതിൽ SIയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നുള്ള ആ പോസ്റ്റിൻ്റെ കട്ട് ഓഫ് നടന്നത് അന്ന് ഈ കോമൺ എക്സാം എഴുതിയ പ്രിലിംസ് എഴുതിയ ആളുടെ കട്ട് ഓഫ് 44.6 ആയിരുന്നു. ഓക്കെ, ഇത് ജനറൽ കട്ട് ഓഫ് ആണ്. അത് റിസർവേഷൻ മാറി വരുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു കട്ട് ഓഫിൽ മാറ്റം വരും റിസർവേഷൻ ഉള്ളവർക്ക്. സോ ഇതായിരുന്നു അന്ന് പ്രിലിംസ്. 44.6 കിട്ടിയ ആൾക്ക് എന്ത് ചെയ്യാം, SI പോസ്റ്റിനെ മെയിൻ എക്സാം എഴുതാം. 44.6 കിട്ടിയ ആൾക്ക് SIയുടെ മെയിൻ എക്സാം എഴുതാം. അതേപോലെ അന്ന് നടന്ന കുറച്ചുകൂടി നല്ല ഒരു വലിയ പോസ്റ്റായിരുന്നു, എല്ലാവരും കാത്തിരുന്ന ഒരു പോസ്റ്റായിരുന്നു LSGA അല്ല LSGD സെക്രട്ടറി, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ അതിൻ്റെ കട്ട് ഓഫ് അതും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അത് എന്ന് പറയുന്നത് 8 മിനിറ്റ്. അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 49.7 ആയിരുന്നു. ഓക്കെ, 49, അതിന് മറ്റേതിനേക്കാളും കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. അതായത് 49.7 കിട്ടിയ ഈ പ്രിലിംസിന് 49.7 മാർക്കിന് മുകളിൽ കിട്ടിയ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, LSGD സെക്രട്ടറിയുടെ മെയിൻ എക്സാമിന് അപ്പയർ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു 50-ൻ്റെ അടുത്താണ് ഇതിൻ്റെ ഒക്കെ ഒരു കട്ട് ഓഫ് വന്നിരിക്കുന്നത് അധികം എക്സാമിന് കേട്ടോ. അത് ഡിപ്പെൻസ് ഓൺ എക്സാം ആണ്. അതിപ്പോൾ ഇനി അടുത്ത് നിങ്ങൾ സെക്രട്ടറി എഴുതാൻ പോകുന്നെങ്കിൽ മേ ബി ചിലപ്പോൾ കൂടാം. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഫിക്കൽറ്റി അനുസരിച്ചിരിക്കും, ആളുകളുടെ എണ്ണം അനുസരിച്ചിരിക്കും, അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. റെഡി? അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പാർട്ട് 1 ആണ്. ഇതിൽ ആദ്യമായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, എപ്പോഴും ഇംഗ്ലീഷ് സെഷൻ തന്നെ നന്നായിട്ട് നോക്കാൻ നോക്കട്ടോ. ഡിഗ്രി പ്രിലിംസ് ആകുമ്പോൾ എപ്പോഴും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുറേയും കൂടി വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ളത് കേട്ടോ. മലയാളം ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിൻ്റെ നേരെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ പോലെയാണ് പലതും തോന്നുന്നത്. ഓക്കെയാണേ. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒന്നും വായിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ക്ലിയർ ആവില്ല. പക്ഷേ ഇതിൽ ഞാനിപ്പം ഞാനൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് മലയാളമാണ്, കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും എന്താ ക്വസ്റ്റ്യൻ എന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരും. ഇപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൻ്റെതും ഞാൻ മലയാളത്തിലും ഞാൻ ജസ്റ്റ് പറയുന്നത്. ഓൺ 21 ജനുവരി 2022, 2022 ജനുവരി 21 3 states observed their 15th statehood day. ഓക്കെ, 50ാമത്തെ എന്താണ് അവരുടെ സ്റ്റേറ്റ്ഹുഡ് ഡേ ആചരിച്ചു 3 സ്റ്റേറ്റുകൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ എമംഗ്സ്റ്റ് ദീസ് ത്രീ. അതായത് ഈ 3-ൽ പെടാത്തത് ഏതായിരുന്നു? ആ 3 ഉണ്ടായിരുന്നു, 4 ഈ ഓപ്ഷനിലുള്ള ഏതാണ് അതിൽ പെടാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ മലയാളത്തിലേക്ക് കാണുമ്പോൾ 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നതിൽ ഏതാണ് ഈ 3-ൽ ഒന്നല്ല? കണ്ടോ, താഴെ പറയുന്നതിൽ ഏതാണ് ഇതിൽ പെടാത്തത് എന്നായിരുന്നു ശരിക്കും മലയാളത്തിൽ വേണ്ടത്. പക്ഷെ അത് ആ ട്രാൻസ്ലേഷൻ വരുമ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നം വരുന്നുണ്ട്. ക്ലിയർ ആണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? നാഗാലാൻഡ് കേട്ടോ. നാഗാലാൻഡാണ്. മണിപ്പൂർ, മേഘാലയ, ത്രിപുര. ഇത് 3ഉം എന്ത് ചെയ്തിട്ടുണ്ട്, 1972 ഫോം ചെയ്യുന്നത്. 1972 ജനുവരി 21 കേട്ടോ. നാഗാലാൻഡാണ് ഇതിൽ പെടാത്തത്. സോ നോർമലി എന്താണ് ഈ ഒരു ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ്റെ ഒരു കേസ് ഞാനൊന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. എവിടെ നിന്നൊക്കെയാണ് ചോദിച്ചതെന്നുള്ളത്. ഒന്ന് എന്താണ്, സ്റ്റേറ്റ് ഫോർമേഷൻ മുമ്പ് എത്രത്തോളം ചോദിച്ചിട്ടില്ല ഇക്കാര്യങ്ങളൊന്നും. രണ്ടാമത്തതും ഒരു ട്വിസ്റ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. 3 മുതൽ അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആണ് കേട്ടോ. 3 മുതൽ 10 വരെ ഏകദേശം പ്രീവിയസ് ആണ്. മഹാത്മാഗാന്ധിയുടെ യാത്ര, അക്ബറിൻ്റെ നിർമ്മിതി, 5 ആണെങ്കിൽ വയനാട്ടിലെ കാലങ്ങളിലെ ആദിവാസി കലാപം,
പിന്നെ 6 ആണെങ്കിലുള്ളത് കല്ലുമാല സമരം, 7 കേരള സമ്പൂർണ്ണ സാക്ഷരതായ വർഷം, 8 2 ലോകമായത്തിലെ യുദ്ധക്കുറ്റവാളികളെ വിചാരണ ചെയ്യപ്പെട്ടത്, 9 ആണെങ്കിൽ ഒരു കോട്ടാണ്, SCERT ഉള്ള കോട്ടാണ്, ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റഡ് ആയി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 10ാമത്താണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്, ഇത് റിപ്പീറ്റഡ് ആണ്. അതായത് ആദ്യത്തെ 10ൽ 8 ക്വസ്റ്റ്യൻ എന്താണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പോഴും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നല്ലോ കേട്ടോ. 8 മാർക്ക് അവിടെ കിട്ടും നിങ്ങൾക്ക്, പ്രീവിയസ് മാത്രം പഠിച്ചിട്ട് പോയാൽ അവിടെ കിട്ടുമായിരുന്നു. ഓക്കെ, ഇതൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ആ 10 ലെറ്ററിന് കിട്ടിയില്ലേ. സോ എന്തായാലും ഞാൻ ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യമായിട്ട്. പിന്നെ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താ, നാഗാലാൻഡ് ആണ്. മണിപ്പൂർ, മേഘാലയ, ത്രിപുരയാണ് 1972 ഫോം ചെയ്തത് കേട്ടോ. ഇതാണ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് ഒന്ന് ഓർത്ത് വെച്ചോ, ഈ ഒരു ഘടനയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോ. ചിലതൊക്കെ ഇപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് എക്സാം ആണെങ്കിൽ ബൗണ്ടറി ടച്ച് ചെയ്യാത്ത രീതിയിലൊക്കെ ചിലപ്പോൾ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു പടം ഓർത്ത് വെക്കാൻ ഞാൻ പറയുന്നത്. ഇനി എപ്പോഴാണ് ഇത് വന്നത്, 1971 കേട്ടോ. 71 എന്ത് ആക്ട് പ്രകാരം, നോർത്ത് ഈസ്റ്റേൺ റീജിയൻ റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം 72 ജനുവരി 21 എന്ത് ചെയ്തു, ഈ 3 സ്റ്റേറ്റുകൾ നിലവിൽ വന്നു. ഓക്കെ, ഇനി ഇതിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഏതാ, ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട, ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനം ഏതാ, ആന്ധ്ര സ്റ്റേറ്റ് ആണ്. ഏതാ ഇയർ, 1953 കേട്ടോ. 1953 ആണ് എന്ത് ചെയ്യുന്നത്, ആന്ധ്ര സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്. ഇനി അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, 1950 പിന്നെ ഒരു കമ്മീഷൻ വന്നു, ഫസലലി കമ്മീഷൻ വന്നു. അങ്ങനെ 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വരും. ആ ആക്ട് വന്നതോടെ അന്ന് എത്ര സ്റ്റേറ്റുകൾ വന്നു, 14 സ്റ്റേറ്റും 6 യൂണിയൻ ടെറിട്ടറിയും കേട്ടോ. ഓർത്ത് വെച്ചോളെ, ഇതൊക്കെ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. 1956 എന്ത് പൂർത്തിയായി, 14 സ്റ്റേറ്റും 6 യൂണിയൻ ടെറിട്ടറിയും അന്ന് നിലവിൽ വന്നു. പിന്നെ ചില വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഓരോ സ്റ്റേറ്റുകൾ ഫോം ചെയ്യുന്നത്. അങ്ങനെ 1960 15ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് ഇത് വരുന്നത്, 15-16 സ്റ്റേറ്റ് ആയിട്ട് ഇത് വരുന്നത് ഗുജറാത്തും മഹാരാഷ്ട്രയും. അന്നത്തെ ബോംബെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഗുജറാത്ത് മഹാരാഷ്ട്രയാണ്. ഓക്കെ, ഇത് ഓർത്ത് വെക്കണേ, ഇതൊക്കെ ഓർത്ത് പഠിക്കാൻ നിർബന്ധമായിട്ട് പഠിക്കണം. ഡിഗ്രി ലെവലാണെങ്കിൽ നിർബന്ധമായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അതിനുശേഷം 1963 നാഗാലാൻഡ്, നമ്മുടെ ഇതിൽ കൂട്ടത്തിൽപ്പെടാത്ത നാഗാലാൻഡ് ആയിരുന്നില്ല, 1963 വന്നിട്ടുണ്ട് നാഗാലാൻഡ്. ഇനി ഹരിയാന 1966 എന്ത് ചെയ്തു, ഹരിയാന രൂപം കൊണ്ടു. 1969 തമിഴ്നാട്. ഓക്കെ, 72 നമ്മളിപ്പോൾ പറഞ്ഞ മണിപ്പൂർ, മേഘാലയ, ത്രിപുര. കർണാടക 73. ഓക്കെ, 75 സിക്കിം മുമ്പ് ഇപ്പോൾ ചോദിച്ച പോലെ എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. സിക്കിം കുറച്ച് പഠിത്തമൊന്നുമല്ല, കുറച്ച് മുമ്പായിട്ട് ചോദിച്ചിട്ടുണ്ട് സിക്കിം ഫോർമേഷൻ്റെ ഒരു ഇയർ എന്നുള്ളത്. പിന്നെ ഇതിൽ 1987 അരുണാചൽ പ്രദേശ്, മിസോറാം. ഓക്കെ, ഗോവ ഇമ്പോർട്ടൻ്റ് ആണ്. 1987 ഗോവ സ്റ്റേറ്റ് ഫോം ചെയ്തത്. ഇത് ചോദിച്ചിട്ടുണ്ട്, ഗോവ സ്റ്റേറ്റ് ഫോം ചെയ്ത ഇയർ 1987. പിന്നെ 2000, അതിനുശേഷം 2000 3 വരുന്നത്. ഏതൊക്കെ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ഇത് 3 2000. പിന്നെ ആ 3 നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കും. അതിനുശേഷം ഉള്ളതിൽ 2014 തെലുങ്കാന എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് പഠിച്ചേക്കും. പിന്നെ യൂണിയൻ ടെറിട്ടറിൻ്റെ കാര്യങ്ങൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. യൂണിയൻ ടെറിട്ടറി അവസാനം ലഡാക്ക് ഇതൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് പഠിച്ചോണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അവസാനം വന്ന ഇപ്പോൾ ഉള്ള എത്ര യൂണിയൻ ടെറിട്ടറി ഉണ്ട്, എത്ര സ്റ്റേറ്റ് ഉണ്ട്, അവസാനം വന്ന 2020 വന്ന യൂണിയൻ ടെറിട്ടറി ഏതൊക്കെയാണ്, അതേപോലെ ജമ്മു കാശ്മീരിൻ്റെ കേസ് എന്താണ്, അതൊക്കെ നോക്കിയിട്ട് പോകണം, നിർബന്ധമായിട്ട് നോക്കിയിട്ട് പോകേണ്ട കാര്യങ്ങളാണ്. ഇനി ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, വ്യവസായവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി, അതായത് ആസൂത്രണ കമ്മീഷൻ്റെ മുൻഗാമിയാണ് ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റി, അത് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? ഇത് നല്ലൊരു ടിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും ഇതിൽ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാവും. എല്ലാവരും മിക്കവാറും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിൽ ഒന്ന് മോത്തിലാൽ നെഹ്റുവിലേക്ക് കാരണം നല്ല ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ആ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട്. ആ നെഹ്റു കണ്ടിട്ട് മിക്കവാറും പേരെന്ത് ചെയ്യും, മോത്തിലാൽ നെഹ്റുവിലേക്ക് പോകും. പക്ഷേ മോത്തിലാൽ നെഹ്റു എല്ലാം എന്നുള്ള മനസ്സിലായിക്കഴിഞ്ഞാൽ 1938 ആ സമയത്ത് ഉണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചെയർമാൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരിക്കും മിക്കവാറും ആവുമെന്നുള്ള ഒരു ഗസ് ചെയ്താൽ ഏകദേശം കിട്ടും. അതായത് സുഭാഷ് ചന്ദ്രബോസ്. ഇപ്പം നമ്മുടെ ആൻസർ നടന്ന ആരാണ്, സുഭാഷ് ചന്ദ്രബോസാണ്. ആ ഇയറിലുണ്ടായിരുന്ന ഏത് ഓർത്ത് വെച്ചാൽ മതി, ആ ഇയറിലുണ്ടായിരുന്ന INC പ്രസിഡന്റ് ഓർത്ത് വെച്ചാൽ 38-ലും 39-ലും ആരും തന്നെയാണ്, സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോൾ ആ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ അത് അവിടെ കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ക്രോഡീകരിച്ചൊന്ന് പറയുകയാണെങ്കിൽ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 38-ലാണ് വരുന്നത്. സുഭാഷ് ചന്ദ്രബോസാണ് അതിൻ്റെ അന്നത്തെ INC പ്രസിഡന്റ് ആയിരുന്ന മെയിനായിട്ട് ഇത് കൊണ്ടുവന്നത്.
ഇനി അങ്ങനെ ഒരു കമ്മിറ്റി വന്നപ്പോൾ അതിൻ്റെ ചെയർമാൻ ആയിട്ട് വന്നത് ജവഹർലാൽ നെഹ്റു ആണ്, മറന്നുകൊണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇതിൽ ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഏകദേശം 99% കേസും എന്ത് ചെയ്യായിരുന്നു, അതിലേക്ക് പോകായിരുന്നു. പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതൊരു കൺഫ്യൂസിങ് ആയിട്ട് മാറും പിന്നെ അത് മൊത്തത്തിലെ ക്വസ്റ്റ്യൻ. ഇനി ഈ ചില കമ്മിറ്റികൾ, പ്രത്യേകിച്ച് പ്ലാനിംഗ് കമ്മീഷൻ അതിൻ്റെ മുമ്പായിട്ട് വന്ന ഒന്നാണ് ഇത് പ്ലാനിംഗ് കമ്മിറ്റി എന്നുള്ളത്. ഓക്കെ, ഇതിൽ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. അതിനുശേഷം വന്ന 1945 വന്ന ഒരു പദ്ധതിയാണ് ഇത് ജനകീയ പദ്ധതി, പീപ്പിൾസ് പ്ലാൻ. മറന്നുകൊണ്ട MN റോയ് കേട്ടോ. MN റോയ് ആണ് എന്ത് ചെയ്യുന്നത്, പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവരുന്നത് 1945. 1950 ജയപ്രകാശ് നാരായൺ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇത് സർവോദയ പദ്ധതി. ഓക്കെ, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതല്ലാത്ത കുറച്ച് എണ്ണം കൂടി ഉണ്ട്, എന്നാൽ ഇത് രണ്ടും കോമൺ ആയിട്ട് മിക്കവാറും കേസിൽ എന്ത് ചെയ്യാറുണ്ട്, ചോദിച്ച് കാണാറുള്ളതാണ്. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത്, ഇത് ഏകദേശം കിട്ടും, കാരണം ആകെ 2 പര്യടനങ്ങൾ നമ്മൾ PSCയിൽ മിക്കവാറും പഠിക്കുന്നുണ്ട്, GK പഠിക്കും. ഒന്ന് ദണ്ഡി യാത്രയും പിന്നെ എന്താണ്, ഹരിജൻ യാത്രയും. അപ്പോൾ ഹരിജൻ യാത്രയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഹരിജൻ പര്യടനം. ആ 33 ഏകദേശം എല്ലാവർക്കും കിട്ടേണ്ടതാണ്. പിന്നെ ദണ്ഡി യാത്ര 30 കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം എന്ത് ചെയ്യും, അത് ഒഴിവായിപ്പോവും. ദണ്ഡി യാത്രയാണ് ഒരു കൺഫ്യൂസിങ് വരുന്നത്. അപ്പോൾ അതെല്ലാം എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി 1932 എന്ത് ചെയ്യുന്നത്, ഗാന്ധിജി ഹരിജൻ സേവക് സംഘ്, ഓൾ ഇന്ത്യ അൺടച്ചബിലിറ്റി ലീഗ് സ്ഥാപിക്കുന്നു കേട്ടോ. ഐത്തോച്ചടന ബന്ധം ലക്ഷ്യം വെച്ചിട്ട് ഗാന്ധിജി സ്ഥാപിച്ച സംഘടനയാണ് ഇത് ഹരിജൻ സേവക് സംഘ്. 1932 മറന്നുകൊണ്ട ഇയറും സംഘടനയും സ്ഥാപിച്ചത് ഗാന്ധിജിയാണെന്നുള്ളതും മറന്നുകൊണ്ട. ഇനി 1933 ഗാന്ധിജി ഒരു പത്രം തുടങ്ങുന്നുണ്ട്, ഏതാ, ഹരിജൻ പത്രം സ്ഥാപിക്കുന്നത് 1933. ഹരിജൻ പത്രത്തിൻ്റെ ലാംഗ്വേജ് ഓർത്ത് വെച്ചോ, ഇംഗ്ലീഷ്. ഓക്കെ, ഗുജറാത്തിലേക്കൊന്ന് പോയിട്ട് ഇംഗ്ലീഷാണ് ഹരിജൻ പത്രത്തിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി, അതുകൂടെ ഓർത്തിച്ചോ, വാർത്താ പദ്ധതി. 1937 എന്ത് ചെയ്യുന്നത്, ഗാന്ധിജി അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി, വാർത്താ പദ്ധതി എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. ഇനി ഗാന്ധിജിയുടെ ഒരു സമ്പദ് വ്യവസ്ഥ ഐഡിയ ആയിരുന്നു ട്രസ്റ്റിഷിപ്പ്. അതായത് സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഗാന്ധിജി ലക്ഷ്യമിട്ട സമ്പദ് വ്യവസ്ഥയാണ് ഇത് ട്രസ്റ്റിഷിപ്പ്. അത് കോമൺ ആയിട്ട് ചോദിക്കുന്നത് എങ്ങനെയാണ്, ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ വ്യാപകമാക്കിയത്, കൊണ്ടുവന്നത് എന്ന രീതിയിലൊക്കെ തുടങ്ങിയെന്ന രീതിയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, ഗാന്ധിജിയാണ്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കൊട്ടാരമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ, പുരാണക്കിലയാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് അല്ലാത്തത്. ഇതിൽ ഉള്ളത് ആഗ്ര കോട്ട, ലാഹോർ കോട്ട, അലഹാബാദ് കോട്ട. ഇതൊക്കെ എന്താണ്, അക്ബറിൻ്റെ കാലത്താണ്. ഇത് ഓർത്തൊക്കെ ഒരു ട്രിക്ക് ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ അക്ബറിൻ്റെ ഒരു കലണ്ടർ നമ്മൾ പഠിക്കും അല്ലേ. ഏതാ കലണ്ടറിൻ്റെ പേര്, ഇലാഹി കലണ്ടർ. ആ പേരിലുണ്ട് അക്ബറിൻ്റെ ഏകദേശം നിർമ്മിതികൾ. ഇലാഹി കലണ്ടർ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒന്ന് ഇലാഹി എന്നുള്ളത് ലാഹോർ, നല്ല കണക്ഷൻ ഉണ്ട്. അപ്പോൾ ലാഹോർ കോട്ട അക്ബറിൻ്റെ ആണെന്നുള്ളത് ആ പേരിൽ തന്നെ കിട്ടും. പിന്നെ ഉള്ളത് ഇലാഹിയിലെ എടുത്താൽ ആഗ്ര കോട്ട, അടുത്തത് അലഹാബാദ് കോട്ട. ഇതൊന്ന് തിരിച്ചു വായിച്ചാൽ അലഹാബാദ് കോട്ട. സോ ആഗ്ര കോട്ട, അലഹാബാദ് കോട്ട, ലാഹോർ കോട്ട, അത് മൂന്നും ആ കലണ്ടറിൻ്റെ പേരിലുണ്ടെന്ന് ഓർത്ത് വെച്ചാൽ മതി, ഇലാഹി എന്നുള്ള കലണ്ടറിൻ്റെ പേരിൽ. ഇനി പുരാണകിലയെ പറ്റി പറയുകയാണെങ്കിൽ പുരാണകില ആരംഭിക്കുന്നത് ഹൂമയൂണാണ് കേട്ടോ. പുരാണകിലയുടെ പണി ആരംഭിച്ച മുഗൾ ചക്രവർത്തി നടന്നത് ഹൂമയൂണാണ് പുരാണകിലയുടെ സ്ഥാപന. ഇനി അക്ബറിൻ്റെ കുറേ നിർമ്മിതികളുണ്ട്, ഒത്തിരി നിർമ്മിതികളുണ്ട് അക്ബറിൻ്റെ. അതിൽ ആഗ്ര കോട്ട നമ്മളിപ്പോൾ പറഞ്ഞ ഏതൊക്കെ വരും, ആഗ്ര കോട്ട വരും, പിന്നെന്താണ് ലാഹോർ കോട്ട വരും, അതേപോലെ ഫത്തേപൂർ സിക്രി കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്, പഞ്ച്മഹൽ, ഇബാദത്ത് ഖാന, ബുലന്ദ് ദർവാസ. ഓക്കെ, ഇതൊക്കെ പണിയേൽപ്പിച്ചത് ആരാണ്, അക്ബറാണ്. ഇനി ബുലന്ദ് ദർവാസക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ ഗുജറാത്ത് കീഴടക്കിയതിൻ്റെ ഓർമ്മക്കായിട്ട് അക്ബർ പണിയേൽപ്പിച്ച മന്ദിരമാണിത്, ബുലന്ദ് ദർവാസ. ഓക്കെ, ഗുജറാത്ത് കീഴടക്കിയതിൻ്റെ ഓർമ്മയ്ക്ക്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, വയനാട്ടിലെ കാടുകളിൽ 1812 കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും, എത്രയോ പ്രാവശ്യം റിപ്പീറ്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്. കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ഏതാ, കുറിച്യ കലാപമാണ് ഉദ്ദേശിച്ചത് കേട്ടോ, പേര് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുറിച്യ കലാപമാണ് 1812 കുറിച്യ പരമ്പര നയിച്ചത് രാമൻ നമ്പി. ഓക്കെ, കുറിച്യ കലാപമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നോക്കി, ഇതിലേതൊക്കെ നോക്കണം. 1812 കുറിച്യ കലാപം സ്റ്റാർട്ട് ചെയ്തത് വയനാട് ജില്ലയാണ്. രാമൻ നമ്പിയാണ് എന്ത് ചെയ്തത്, കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ഇതൊക്കെ പഠിക്കേണ്ടതാണ്. കുറിച്യ കലാപത്തിൽ കുറിച്യരെ കൂടാതെ ഏത് ആദിവാസി വിഭാഗം കൂടി പങ്കെടുത്തിട്ടുണ്ട്, കുറുമ്പർ.
അതേപോലെ കുറിച്യ കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങൾ. ഇത് പഠിക്കേണ്ട എന്തിനാണെന്ന് വെച്ചാൽ കാരണങ്ങളിൽ പെടാത്തത് പെടുന്ന രീതിയിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ കുറിച്യ കലാപത്തിൻ്റെ മെയിൻ കാരണങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാരുടെ അധിക നികുതി നയം, അതേപോലെ നികുതി പണമായിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. നികുതി അടക്കാത്തവരുടെ ഭൂമി എന്ത് ചെയ്തു? അവർ പിടിച്ചെടുത്തു. ഇനി വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു ഏത്? ഈ കുറിച്യ കലാപത്തിൻ്റെ മുദ്രാവാക്യം കേട്ടോ. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായനെ എന്ന് കുറിച്യ കലാപത്തിനെ പറ്റി പറഞ്ഞ ആരാ? TH ബേബറാണ്. TH ബേബർ. അടുത്ത ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണിത്, കുറിച്യ കലാപം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കട്ടോ, അതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കല്ലുമാല. ഏകദേശം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കല്ലുമാല സമരം. എത്രയോ പ്രാവശ്യം അല്ലെങ്കിൽ പരിനാടിലാള ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാന്നാണ് ക്വസ്റ്റ്യൻ. ആരാ? കല്ലുമാല സമരം അയ്യങ്കാളി. ഓക്കെ, മറന്നുകൊണ്ട് അയ്യങ്കാളിയാണ്. ഇതിൽ എന്താ അയ്യങ്കാളിയുടെ ഏത് ഇയർ? 1915 കേട്ടോ, മറന്നുകൊണ്ടേ. 1915 കല്ലുമാല സമരം നടക്കുന്നത്. അയ്യങ്കാളി ആണ് നയിക്കുന്നത്. എന്തായിരുന്നു അന്നത്തെ ആ ഒരു കാരണം? അതിൻ്റെ കാരണം അതായത് പിന്നാക്ക ജാതിയിൽപ്പെട്ട ആളുകൾക്ക് വസ്ത്രം അല്ല ആഭരണം ധരിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശത്തിനായിട്ട് സംഘടിപ്പിച്ച പ്രക്ഷോഭമാണിത്, കല്ലുമാല പ്രക്ഷോഭം. ഇനി അയ്യങ്കാളിയായിട്ട് ബന്ധപ്പെട്ട് കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളെ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഒന്ന്, 1907 തുടങ്ങിയ സംഘടന ഏതാ? സാധുജന പരിപാലന സംഘം. അയ്യങ്കാളിയുടെ 1907 സംഘടന. ഇനി 1893 ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കൊടുക്കുന്നത്. 1893 വില്ലുവണ്ടി സമരം. ഓക്കെ, വില്ലുവണ്ടി സമരം. ഇത് വഴി യാത്രക്ക് വേണ്ടിയിട്ടാണ്, യാത്രക്ക് സഞ്ചാര സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട സമരമാണ് വില്ലുവണ്ടി സമരം, 1893. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം. ഓക്കെ, ഇപ്പോൾ 1991. ഓക്കെ, 7 കേട്ടോ, 7C 1991. അത് നമ്മൾ 91 എന്നുള്ള ഓർത്തൊക്കെ എളുപ്പമാണ് അല്ലേ? കേരളം ഒന്നാമതായത് സമ്പൂർണ്ണ സാക്ഷരത ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ എന്ത് കിട്ടും? 1991 കിട്ടും. ഓക്കെ, ആ തന്നിരിക്കുന്ന ഇയറിലാകെ 1 വരുന്ന ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കേസാകുമ്പോൾ. ഇനി ഇതിൽ കേരളത്തിൻ്റെ കേസ് എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും സാക്ഷരതാ റേറ്റ് കൂടി ഓർത്ത് വെക്കണം. 93.9 ഏകദേശം കൊടുക്കുക മിക്കവാറും 94 നിങ്ങൾ 94 ഓർത്ത് വെച്ചാൽ മതി. അതിൻ്റെ തൊട്ടടുത്തുള്ള ഏതാ വരുന്നതെന്ന് വെച്ചാൽ 93.9 തൊട്ടടുത്ത് വരുന്ന ഓപ്ഷൻ അഥവാ വന്നിട്ടുണ്ടെങ്കിൽ. അല്ല 93.9 93.7 അങ്ങനെയൊന്നും ഒരിക്കലും തരില്ല. ഓക്കെ, അപ്പോൾ 94 എന്ന് ഓർത്ത് വെക്കുക കേരളത്തിൻ്റെ സാക്ഷരത. ഇതിൻ്റെ 94 ഇടത് സൈഡിലും വലത് സൈഡിലും ഇങ്ങനെ എഴുതിയാൽ, അതായത് 92 96 ഇങ്ങനെ എഴുതിയാൽ നമുക്ക് എന്തുകൂടി കിട്ടും? പുരുഷ സാക്ഷരതയും സ്ത്രീ സാക്ഷരതയും കിട്ടും. അപ്പോൾ 92 എന്നുള്ളത് ഇവിടുത്തെ സ്ത്രീ സാക്ഷരതയാണ്, അതായത് 91.9 അതെന്തായിട്ട് വായിക്കാം? 92 വായിക്കാം. അതേപോലെ 96.02 എത്രയായിട്ട് വായിക്കാം? 96 എന്ന് വായിക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ മതി. ഇത് ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമാണ്. 92 94 96 എന്താണ്? 94 കേരളത്തിൻ്റെ സാക്ഷരത, 92 സ്ത്രീ സാക്ഷരത, 96 പുരുഷ സാക്ഷരത. മറന്നുകൊണ്ട് ഇതൊക്കെ ചോദിച്ചതാണ് കേട്ടോ, ചോദിക്കാറുണ്ട്. ഇനി 100% സാക്ഷരത നേടിയ ആദ്യത്തെ പഞ്ചായത്താണ് ഇത്, കരിവള്ളൂർ. കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ 100% സാക്ഷരത നേടിയ ആദ്യത്തെ പഞ്ചായത്താണ്. ആദ്യത്തെ പട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കോട്ടയം എന്നൊക്കെ ഉള്ളത്. അതിൽ കുറച്ചധികം ഫാക്ട്സുകളുണ്ട്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 2ാം ലോക മഹായുദ്ധ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? ഇത് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ന്യൂറംബർഗ് വിചാരണ കോമൺ ആയിട്ട് പഠിക്കുന്നതാണ്, ന്യൂറംബർഗ് വിചാരണ. ഇനി ഇതിൽ 2ാം ലോക മഹായുദ്ധമായിട്ട് ബന്ധപ്പെട്ട് SCRT ഒത്തിരി ഫാക്റ്റുകളുണ്ട് കേട്ടോ. 2ാം ലോക മഹായുദ്ധമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ ചാർലി ചാപ്ലിൻ്റെ 2ാം ലോക മഹായുദ്ധമായിട്ട് ബന്ധപ്പെട്ട ചാർലി ചാപ്ലിൻ്റെ മൂവി സിനിമയാണ് ഇത്, ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. അതേപോലെ സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ മൂവിയാണ് ഇത്, ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് കേട്ടോ. SCRT കൊടുത്തിട്ടുണ്ട്, പഠിച്ചോണത്. ഇനി 2ാം ലോക മഹായുദ്ധം വേൾഡ് വാർ 2 ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 1940 ഒരു ഓപ്പറേഷൻ ഉണ്ട്, എപ്പോഴും ചോദിക്കുന്ന ഓപ്പറേഷൻ ബാർബറോസ കേട്ടോ. ഓപ്പറേഷൻ ബാർബറോസ ആരെ ആക്രമിക്കാൻ നോക്കി? 1941 സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ ജർമ്മനി തയ്യാറാക്കിയ പദ്ധതിയുടെ ആ രഹസ്യ പേരാണിത്, ഓപ്പറേഷൻ ബാർബറോസ. മറന്നുകൊണ്ടേ, ഓപ്പറേഷൻ ബാർബറോസ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകൻ ആരാണ് പ്രസിദ്ധമായി ഈ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. ആരാ പറഞ്ഞിരിക്കുന്നത്? ജീൻ ജാക്കസ് റൂസോ. അത് റൂസോ എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുക, റൂസോ എന്ന് മാത്രമേ പഠിക്കാറുള്ളൂ. അത് ഓർത്തൊക്കെ നല്ല കുറച്ചുകൂടി എളുപ്പമല്ലേ? ചങ്ങലയിൽ കിടക്കുന്നത് ഒരിക്കലും ഒരു രസമില്ലാത്ത കാര്യമാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ റൂസോ രസമില്ലാത്തത് എന്നുള്ളത് ആ ഒരു കണക്ഷൻ കൊടുത്താൽ അവിടെ കിട്ടും.
പിന്നെ ഇയാളുടെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബുക്ക് കൂടി ഉണ്ട്, അതാ സോഷ്യൽ കോൺട്രാക്ട്. എവിടെയോ കൊടുത്തിട്ടുണ്ട് സോഷ്യൽ കോൺട്രാക്ട്. അതും സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ഒരു രസവും ഇല്ല എന്നുള്ളത് ഓർത്ത് വെച്ചാൽ എന്ത് കിട്ടും നിങ്ങൾക്ക് അവിടെ, റൂസോ കിട്ടും. സോഷ്യൽ കോൺട്രാക്ട് ബുക്ക് റൂസോയുടേതാണെന്നത്. റൂസോയെ വിളിക്കപ്പെടുന്ന പേരെന്താ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നാണ് കേട്ടോ. റൂസോ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ. ഇതിലെ കോട്സുകൾ അറിയുകയാണെങ്കിൽ ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞിരിക്കുന്ന ആരാ, നെപ്പോളിയൻ ബൊണാപ്പാർട്ടാണ് കേട്ടോ. നെപ്പോളിയൻ ബൊണാപ്പാർട്ട്, ഞാനാണ് വിപ്ലവം. ഇതിൽ കുറച്ചധികം അങ്ങനത്തെ ടൈപ്പ് കോട്സ് ഉണ്ട്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞിരിക്കുന്ന ആരാ, 14 ഓക്കെ, ലൂയി 14. അപ്പോൾ അതുപോലെ കുറച്ച് കോട്ടുകളുണ്ട്. ഇനി ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണോപ്പാർട്ടാണ്, മറന്നുകൊണ്ട്. ഇനി ഇതിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്ര സഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? കോമൺലി എല്ലാവരും പഠിക്കുന്ന ഒരു കോഡുണ്ട്, ഏതാ, ഫ്രസ്ക എന്ന് പറഞ്ഞൊരു കോഡ് പഠിക്കും, ഫ്രസ്ക. ഓക്കെ, 6 ഭാഷകളാണ് ഔദ്യോഗിക ഭാഷ ഐക്യരാഷ്ട്ര സഭയ്ക്കുള്ളത്. ആ 6 ഇതിൽ വരുന്നുണ്ട്. ഏതൊഴിച്ചിട്ട് പോർച്ചുഗീസ് ഇല്ല. ഫ്രസ്ക എന്നുള്ളതിൽ പി ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് കിട്ടും. ഏതാ, പോർച്ചുഗീസാണ് ഇല്ലാത്തതെന്നുള്ളത്. ഓക്കെ, ഐക്യരാഷ്ട്രസഭയുടെ ലാംഗ്വേജസ് ഏതൊക്കെ, ഈ ഫ്രസ്കയിലെ ഏതൊക്കെയാ, ഫ്രഞ്ച്, പിന്നെന്താ റഷ്യൻ, ഫ്രഞ്ച് റഷ്യൻ, ഇത് ഇംഗ്ലീഷ്, സ്പാനിഷ്, പിന്നെന്താ ചൈനീസ്, അറബിക് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് വന്നതാണ് അറബിക്, അത് മറന്നുകൊണ്ട് ഏറ്റവും ലാസ്റ്റാണ് അറബിക് വന്നത്. സോ ഇത്രയാണ് 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം 10ൽ ഒരു കണക്ഷൻ്റെ ആയിട്ടൊരു ഫാക്റ്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ആ ഒരു ഏരിയ വന്നിരിക്കുന്നത് കേട്ടോ. സിലബസിൻ്റെ ഉള്ളിൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ചോദിച്ചിരിക്കുന്നതൊക്കെ സിലബസിൻ്റെ ഉള്ളിലാണ്. പക്ഷേ ഇതിലൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മലയാളം അവർക്ക് കുറച്ചുകൂടി, ഇതിലിപ്പോൾ ഒറ്റ വാക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും വലിയ കുഴപ്പമില്ല. സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആകുമ്പോൾ മലയാളം കുറച്ച് നല്ല എന്തായിട്ടുണ്ട്, കുറച്ച് പ്രശ്നമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മലയാളം വായിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ സെഷൻ എടുത്തിട്ട് വായിച്ച് നോക്കണം, ഇംഗ്ലീഷിലെ ആ ക്വസ്റ്റ്യൻ. അത് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും എന്താണെന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു പാഠം നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിലായിട്ട് ചെയ്യാം.